നമസ്കാരം. നവംബർ 14 വേൾഡ് ഡയബറ്റീസ് ഡേ ആണ്. നമുക്കറിയാം, ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ജീവിത ശൈലി രോഗമാണ്. ഈ വർഷത്തെ ഡയബറ്റീസ് ഡേയോടനുബന്ധിച്ചുള്ള തീം എന്ന് പറയുന്നത് ഡയബറ്റീസ് ആൻഡ് വെൽബീങ് എന്നുള്ളതാണ്. പ്രമേഹവും അതിൻ്റെ ക്ഷേമവും എന്നുള്ളതാണ്. ഡയബറ്റീസ് എത്ര തരത്തിലുണ്ട്? ഡയബറ്റീസ് 4 തരത്തിലാണ് ഉള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് കുട്ടികളിൽ കാണുന്ന അല്ലെങ്കിൽ ജുവനൈൽ ഡയബറ്റീസ് എന്നും അതിനെ പറയുന്നു. രണ്ടാമത് മുതിർന്നവരിൽ കാണുന്ന ഡയബറ്റീസ്, സാധാരണയായി പ്രായമായവരിൽ കണ്ടുവരുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. മൂന്നാമത് ചില ജനിതക ഘടകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഡയബറ്റീസ്. നാലാമത് പ്രഗ്നൻസിയിൽ കാണുന്ന ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഈ ഡയബറ്റീസ് എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യമാകുന്നത്? ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നത് ഡയബറ്റീസുമായി ബന്ധപ്പെട്ടാണ്. കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ വളരെ കുറവായിരിക്കും. ചിലപ്പോൾ നമ്മളുടെ ശരീരത്തിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെയധികം കൂടുതലാണ് എങ്കിൽ മാത്രമേ ചിലപ്പോഴെങ്കിലും ഇതിന് ലക്ഷണങ്ങൾ കാണുകയുള്ളൂ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് അമിതമായ ദാഹം, ക്ഷീണം, ചിലരിൽ ധാരാളമായിട്ട് ഭാരം കുറയുക, മറ്റു ചിലരിൽ ധാരാളമായിട്ട് ഭാരം കൂടുക. നമുക്ക് എങ്ങനെ ഈ ഡയബറ്റീസ് കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്തപരിശോധനയിൽ കൂടി മാത്രമേ ഇത് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അതായത് വെറും വയറ്റിലുള്ള രക്തം പരിശോധിച്ച് നോക്കുക. അതുപോലെ തന്നെ ആഹാരം കഴിച്ച് 2 മണിക്കൂറിന് ശേഷമുള്ള പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ ലെവൽ പരിശോധിച്ച് നോക്കുക. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട രക്തപരിശോധന എന്ന് പറയുന്നത് HbA1c എന്ന് പറയും. അത് ആവറേജ് 3 മാസത്തെ നമ്മളുടെ ഷുഗർ എത്രത്തോളം നമ്മളുടെ ശരീരത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കൂടി മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് ഒരു ജീവിതശൈലി രോഗമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് എങ്ങനെ ഇതിനെ നിയന്ത്രിക്കാം? ഇനി നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തണം. പ്രധാനമായിട്ടും നമ്മളുടെ ആഹാര ക്രമീകരണം. ആഹാരം 3 നേരം കഴിക്കുന്ന ഇടവിട്ട് കൃത്യമായിട്ട് കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കൂടുതൽ അമിതമായിട്ട് മധുരമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ വ്യായാമം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും എയറോബിക് എക്സസൈസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുക, ജോഗ് ചെയ്യുക, കൈയും കാലും വിട്ടൊക്കെ അനക്കുക. അത് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും കൃത്യമായിട്ട് ഒരു 45 മിനിറ്റ് ദിവസം ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് തന്നെ അത് ചെയ്യുവാനായിട്ടും ശ്രദ്ധിക്കണം. കൂടുതലായിട്ട് ചെയ്യുന്നതും കുറവായിട്ട് ചെയ്യുന്നതും അത് ഡയബറ്റീസിനെ ശരി അല്ലാത്ത രീതിയിൽ ബാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ആഴ്ചയിൽ 2-3 ദിവസം വെയിറ്റ് ബെയറിങ് എക്സസൈസുകൾ ചെയ്യുക. അതുപോലെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഈ ഡയബറ്റീസ് ഇത്രയും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സങ്കീർണതകളാണ് ഇതിന് വളരെയധികം പ്രാധാന്യം ഉണ്ടാക്കുന്നത്. അതായത് ഇത് നമ്മളുടെ ഞരമ്പുകളെ ധാരാളമായിട്ട് ഡാമേജ് ചെയ്യും. ഈ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് കൊണ്ട് നമ്മളുടെ ശരീരത്തിൽ രക്തയോട്ടത്തിന് വളരെയധികം കുറവുകൾ ഉണ്ടാകുകയും കാലുകളിലേക്കുള്ള രക്തയോട്ടമൊക്കെ കുറയുകയും ചെയ്യും. അതേപോലെ തന്നെ നാഡീവ്യൂഹങ്ങളെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചയെ ബാധിക്കും, കിഡ്നിയെ ബാധിക്കും. അതേപോലെ തന്നെ നമ്മളുടെ തലച്ചോറിനെയും ഹൃദയത്തെയും ഒക്കെ ഇത് വലിയ രീതിയിൽ ബാധിക്കുവാനും സാധ്യതയുണ്ട്. നമ്മൾ ഈ രക്തപരിശോധനകൾ നടത്തുമ്പോൾ തന്നെ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മളുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തണം. അതുപോലെ തന്നെ കിഡ്നിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യൂറിൻ പ്രോട്ടീൻ പരിശോധന നടത്തണം. കിഡ്നി ഫങ്ഷൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ രക്തയോട്ടക്കുറവുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റുകളും ചെയ്തു നോക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ ഈ സങ്കീർണതകൾ കൂടുതലായിട്ട് ബാധിക്കുന്നതിനൊപ്പം തന്നെ ഇതിന് കോംപ്ലിക്കേഷൻസ് ആയിട്ട് വലിയ ഒരു ഇതാണ് അമിതവണ്ണം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ ഈ ഡയബറ്റീസിനോടൊപ്പം ചേർന്ന് ഒട്ടനവധി അസുഖങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ അമിതമായ വണ്ണം. അപ്പോൾ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഇതിൻ്റെ മറ്റു പരിശോധനകളും ഒക്കെ ചെയ്ത് നോക്കുന്നത് വളരെ ഉത്തമം ആയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കാതെ ഇരിക്കരുത്. എന്തെങ്കിലും ഒക്കെ പെട്ടെന്ന് ഇൻഫെക്ഷൻസുകളോ ഒക്കെ നമ്മുടെ ശരീരത്ത് വന്ന് പടരുവാനോ ഒക്കെ വളരെയധികം സാധ്യത ഡയബറ്റീസ് ഉള്ളവർക്ക് വളരെയധികം കൂടുതലാണ് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും ആരോഗ്യം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഒപ്പം ഡയബറ്റീസ് ആൻഡ് വെൽബീങ് എന്ന് പറഞ്ഞ ഡയബറ്റീസിനെ നമ്മൾ ക്ഷേമത്തിലൂടെ അതിനെ
ക്രമീകരിക്കുവാനായിട്ടും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ആരോഗ്യമാണ് സമ്പത്ത്. എല്ലാവർക്കും ശുഭദിന ആശംസകൾ.